ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനം, ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം കേന്ദ്ര ഏജൻസികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അവിടെ നിന്ന് ചില കത്തുകളൊക്കെ കിട്ടിയിരുന്നു. ഇസ്രായേൽ അംബാസിഡർക്ക് അഡ്രസ്സ് ചെയ്ത ചില കത്തുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കത്ത് കേന്ദ്രീകരിച്ച് കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജിഷ്ണു, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അന്വേഷണം, ഏത് രീതിയിലാണ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടതെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇപ്പം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ കത്ത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? അത് ആദ്യം പറയണം. പിന്നെ ജമ്മു കാശ്മീരിലേക്ക് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പോകുന്നുണ്ട്. പൂഞ്ചിലെ ഏറ്റുമുട്ടൽ, അത് തിരച്ചിൽ ഭീകരർക്കായി ഇങ്ങനെ തുടരുകയാണ്. രാജ്നാഥ് സിംഗ് എത്തുന്നത് അത് സേനയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രതിരോധ മന്ത്രി തന്നെ അവിടേക്ക് എത്തുന്നു എന്നത് ഈ വിവരങ്ങൾ അറിയണം. ആദ്യം അറിയേണ്ടത് രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ സ്ഫോടനം, അതെന്താണ് സംഭവിച്ചത്, എവിടെയാണ് സ്ഫോടനം നടന്നത്, അന്വേഷണ ഏജൻസികൾ ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ജിഷ്ണു. ഉമേഷ്, ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ എംബസിയുടെ സമീപം വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു, പുക ഉയരുന്നത് കണ്ടു എന്ന് ജീവനക്കാർ ഇത്തരത്തിലൊരു സന്ദേശം ഡൽഹി പോലീസിന് നൽകിയത്. തുടർന്ന് ആദ്യം ഡൽഹി പോലീസും അഗ്നിശമന സേനയും സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചു എങ്കിൽ പോലും വലിയൊരു സ്ഫോടനം നടന്നതിന്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ പിന്നീട് ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ എംബസിയിലെത്തിക്കൊണ്ട് വിവരശേഖരണം നടത്തുകയും പ്രാഥമികമായി കേസിന്റെ വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ അംബാസിഡർക്ക് ലഭിച്ചിട്ടുള്ള ഭീഷണി കത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട്. ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇസ്രായേൽ അംബാസിഡറെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ളൊരു ഭീഷണി കത്ത് ഈ ഡൽഹി പോലീസ് കണ്ടെത്തിയത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ആരാണ് അയച്ചത് അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയമായ പരിശോധന നടത്തിക്കൊണ്ട് ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുമുള്ള പരിശോധന മുൻപോട്ട് പോകുന്നുണ്ട്. നിലവിൽ അത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ അല്ലെങ്കിൽ എന്താണ് സ്ഫോടനം നടന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഡൽഹി പോലീസോ അല്ലെങ്കിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയവരോ നൽകിയിട്ടില്ല. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഡൽഹി പോലീസിന്റെ കൺട്രോൾ റൂമിൽ ഇത്തരത്തിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു എന്നുള്ള സന്ദേശം ലഭിച്ചത്. ആ സമയം മുതൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ എംബസിക്ക് സമീപമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് രണ്ടാം തവണയാണ് ഇപ്പോൾ ഇസ്രായേൽ എംബസിക്ക് മുൻപിൽ തന്നെ സ്ഫോടനം നടക്കുന്നത്. നേരത്തെ 2021 ജനുവരി 29 എംബസിക്ക് മുൻപിൽ ഒരു ചെറിയ സ്ഫോടനം അന്ന് നടന്നിരുന്നു. അതും വലിയ രീതിയിൽ അന്വേഷിക്കുകയും പിന്നീട് പലപ്പോഴായിട്ട് ഇസ്രായേൽ എംബസിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം എംബസിക്ക് സമീപം ഉണ്ടായിട്ടുള്ളത്. അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളും അന്വേഷണവും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ തോതിലുള്ള സ്ഫോടനമാണെന്ന് പറയുമ്പോൾ അതൊരു ആക്രമണം എന്നതിലുപരി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ തങ്ങളുടെ ചില ശക്തിയുള്ള സാന്നിധ്യം അറിയിക്കുക, ഇതൊക്കെയാകാം ഉദ്ദേശം അല്ലേ? പക്ഷെ തീർച്ചയായും അതൊരു വലിയ സ്ഫോടനം എന്നതിലപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കുക അല്ലെങ്കിൽ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യാപ്തിയുള്ള സ്ഫോടനമോ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്ഫോടനമോ അല്ല ഉണ്ടായത് എന്നുള്ളത് ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സ്ഫോടക വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ ബോംബ് സ്ഫോടനമോ അല്ല നടന്നത് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും ഈ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന് സമീപമാണ്, കെട്ടിടത്തിനകത്തോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനമോ അല്ല നടന്നിട്ടുള്ളത്. ഈ ഇസ്രായേൽ എംബസിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. വലിയ ശബ്ദം കേട്ടു എന്ന മൊഴിയും ഈ എംബസിയിലെ ജീവനക്കാർ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എംബസിയുടെ പരിസരത്തും ഒപ്പം ഈ എംബസിക്കുള്ളിലുമെല്ലാം തന്നെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുള്ള വിവരശേഖരണം, പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. NIA ഉദ്യോഗസ്ഥരും പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ
കത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അംബാസിഡർക്ക് ലഭിച്ചിട്ടുള്ള ഭീഷണി കത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അതിന്റെ ആരാണ് അയച്ചതെന്നും അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്ന അന്വേഷണം കൂടി ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഉമേഷ്. ജിഷ്ണു, ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു. പൂഞ്ചിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഭീകരർക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമത്തെയൊക്കെ ഭീകര പ്രവർത്തനത്തെയൊക്കെ സൈന്യം മികച്ച രീതിയിൽ ചെറുത്തു തോൽപ്പിക്കുന്നുണ്ട്. ഈ വനമേഖല കേന്ദ്രീകരിച്ച് ഒളിച്ചിരിക്കുന്ന തീർത്ഥാടകരെ ഭീകരവാദികളെ കണ്ടെത്താനുള്ള ശ്രമം അത് ഊർജിതമായി നടക്കുന്നുണ്ട്. ഈ പ്രതിരോധ മന്ത്രിയുടെ ഒരു സാന്നിധ്യം അത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. എപ്പോഴാണ് അദ്ദേഹം അവിടേക്ക് എത്തുക? ഉമേഷ്, പൂഞ്ചിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുമ്പോൾ അല്ലെങ്കിൽ സൈനിക നടപടി തുടരുമ്പോൾ തീർച്ചയായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം, ഒപ്പം കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ സന്ദർശനവും എല്ലാം തന്നെ സൈനിക നടപടികൾക്ക്, അവിടുത്തെ സൈനികർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ജമ്മു കാശ്മീരിൽ എത്തുന്ന പ്രതിരോധ മന്ത്രി രജൌരിയിൽ ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ള പൂഞ്ച് മേഖലയിൽ നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. മറ്റ് മോശം കാലാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മാറ്റം വരികയുള്ളൂ. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം രാജ്ഭവനിൽ ചേരുന്ന ഉന്നതതല യോഗത്തിലും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് നിലവിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്ന രജൌരിയിലെ പൂഞ്ച് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം അതിർത്തി മേഖലയിലെ സേനാ വിന്യാസം, ഇവ സംബന്ധിച്ചൊരു വിശദമായ വിലയിരുത്തൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പൂഞ്ചിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം അത് വളരെ കൃത്യമായി പാക് ചൈന ബന്ധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസൂത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളാണ് അത് നടത്തിയത് എന്നുള്ളത് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു സൈനിക ഏകോപനം പൂഞ്ചിലേക്ക് ഉണ്ടാകുമ്പോൾ അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റം ശക്തമാക്കുക അല്ലെങ്കിൽ അതിർത്തികളിൽ സേനാവിന്യാസം കുറയാനുള്ള സാധ്യതയുണ്ടാകും എന്ന കണക്കുകൂട്ടൽ ചിലപ്പോൾ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കും ഉണ്ടാകും. എന്നാൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടലാണ് സൈന്യം നടത്തിയിട്ടുള്ളത്. പൂഞ്ചിൽ സേനാവിന്യാസം ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് തന്നെ വനമേഖലയിൽ സൈനിക ഓപ്പറേഷൻ തുടരുന്നതോടൊപ്പം അതിർത്തി മേഖലയിലും നിരീക്ഷണം അല്ലെങ്കിൽ പ്രതിരോധം സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം രജൌരിയിൽ 4 ഭീകരർ നുഴഞ്ഞു കയറാനുള്ള ശ്രമം തകർത്തുകൊണ്ട് ഒരു ഭീകരനെ സൈന്യം വധിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് അതിർത്തി മേഖലകളിൽ വളരെ കൃത്യമായി നിരീക്ഷണവും പ്രതിരോധവും ശക്തമാക്കിക്കൊണ്ട് തന്നെ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെയും ആക്രമണം നടത്തിയിട്ടുള്ള ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതിർത്തി മേഖലയോട് ചേർന്ന് അന്താരാഷ്ട്ര അതിർത്തി മേഖലയോട് ചേർന്ന് പൂഞ്ച് സെക്ടറിലെ വനമേഖലയിൽ ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യ വിവരം. അവിടെ സൈനിക ഓപ്പറേഷൻ തുടരുകയാണ്. ഈ ഭീകരാക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ഇന്നലെയും 3 പേരെ കൂടി സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ സൈന്യം കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചു വരുമ്പോഴാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ജമ്മു കാശ്മീരിൽ നേരിട്ട് സന്ദർശനം നടത്തി സ്ഥിതിഗതികളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നത്. പൂഞ്ച് സെക്ടറിൽ അദ്ദേഹം നേരിട്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിലെ ആകെ സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്നാഥ് സിംഗ് വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ ഈ ഒരു സമയത്ത് മഞ്ഞുവീഴ്ചയും മോശം കാലാവസ്ഥയും മുതലെടുത്തുകൊണ്ട് നുഴഞ്ഞുകയറ്റ ശ്രമം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള സേനാവിന്യാസം അതിർത്തി മേഖലകളിലും നിലവിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ ചുമതലയുള്ള സൈനിക യൂണിറ്റുകൾക്ക് പുറമെ പുറത്തു നിന്നും കൂടുതൽ സൈന്യത്തെ നിലവിൽ ജമ്മു കാശ്മീരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്.